ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന വിമാനം പോലും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ നേരെ താഴേക്കിറങ്ങും. സംശയമുണ്ടോ? എല്ലാരുടെ സുഹൃത്ത്, ഇന്ന് നീ എന്റെയും സുഹൃത്ത്. നീ നമ്മുടെ നാടിന്റെ അഭിമാനം ഉയർത്തിയിരിക്കുന്നു. ഞങ്ങൾ അഭിമാനത്തിന്റെ തക്കാളി സോസിൽ പക്കാവിടെ കഴിക്കുകയാണ്. ചേട്ടാ, ഇവനൊരു മണ്ടനാണെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇവനൊരു യമണ്ടനാണ്. ഇവൻ പുലിയാണ് ചേട്ടാ, പുലി. എന്റെ ഭായ്, ലോകം മുഴുവൻ ഫേമസ് ആയിരിക്കല്ലേ നമ്മുടെ ഈ സണ്ണി. I am proud of you, Sunny. താങ്ക് യു. അതിനിപ്പോ എന്താ സംഭവിച്ചേ? ഇന്നെല്ലാവർക്കും എന്റെ വീട്ടിൽ തന്നെയാണ് ഊണ്. സണ്ണി ഒരു സംഭവം തന്നെയാണ്. അടികൈ എന്നാ സാറ് പറയൂ, സണ്ണി എന്താ ചെയ്തത്? വിവരമില്ലാത്ത പിള്ളേരെ, നിങ്ങൾ എന്താ ഇന്റർനെറ്റ് ഒന്നും നോക്കാറില്ലേ? ഇതാ നോക്ക്, സണ്ണിയുടെ സാഹസങ്ങൾ. ഏറ്റവും ഉയരത്തൊന്നും ചാടി ഇതാ സണ്ണി നേടിയിരിക്കുകയാണ് റെക്കോർഡ്. വെരി ഗുഡ്. എനിക്കിവിടെ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പോലും ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ തന്നെ നീ ഒരു പേടിത്തൊണ്ടാണ്. ഇങ്ങനത്തെ സാഹസം ചെയ്യാനായിട്ട് സണ്ണിയെ പോലെ ധൈര്യം വേണം, ധൈര്യം. ഇതെന്തായാലും ഓക്കെ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ആലോചിക്കുമല്ലോ, കണ്ടെത്തുമല്ലോ, ചെയ്യുമല്ലോ. ചിക്കൻ വാങ്ങിയാൽ ഞാൻ ലെഗ് പീസ് എല്ലാം പൊരിക്കും. ഞങ്ങൾ നിന്റെ അടുത്ത പ്രകടനം കാണാൻ തയ്യാറായിരിക്കും. അടികൈ. ഇന്ന് രാത്രി ഞാൻ ഒരു സക്സസ് പാർട്ടി വെച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹണി ബണി പോപ്പട്ട് ജോർദാർ, നിങ്ങൾ വന്നേക്ക്. നല്ല അടിപൊളി ഡിഷസ് ഉണ്ടാവും. വീട്ടിൽ നിങ്ങൾ സ്ഥിരം കഞ്ഞിയായിരിക്കുമല്ലോ അല്ലേ? താങ്ക് യു. എന്താ താങ്ക് യു? തീറ്റക്കാരും പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവൻ ആർത്തിയായി. അവൻ നമ്മളെ നാണം കെടുത്തു. വാടാ. ഹൃദയം തകരുമ്പോൾ ഒരിക്കലും ശബ്ദമുണ്ടാകാറില്ല, പക്ഷേ വേദന ഭയങ്കരമായിരിക്കും. സംശയമുണ്ടോ? ഇവിടെ ഒരു അഹങ്കാരത്തിന്റെ ഞാണിന്മേൽ കയറിയാൽ സാഹചര്യം പിന്നീട് അപമാനത്തിന്റെ മണ്ണിലേക്കായിരിക്കും വീഴ്ത്തുക. നല്ല രീതിയിൽ ചിന്തിക്കൂ, നന്നായിരിക്കൂ. കൂട്ടുകാരെ, നമുക്ക് ഇന്റർനെറ്റിൽ വീഡിയോ ഉണ്ടാക്കിയിടണം. ജനങ്ങൾ നമ്മളുടെയും ഫാനാകും. അവർ നമ്മളെ പുകഴ്ത്തും, ബഹുമാനിക്കും, സമ്മാനങ്ങളും കിട്ടും. നിന്റെ സ്വപ്നം വളരെ മനോഹരമാ, പക്ഷേ അത് മനസ്സിൽ വെക്കണ്ട, പൊട്ടിപ്പോവും. നമുക്കെല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ കഴിയില്ല. ചെയ്യാൻ കഴിയും. എനിക്ക് ഒറ്റ ഇരിപ്പിനെ 200 ലഡ്ഡു കഴിക്കാൻ കഴിയുമല്ലോ. എടാ തീറ്റ പ്രാന്ത, കഴിക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കൂല. ഇപ്പതാ സണ്ണി ചെയ്തില്ലേ, അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ കാര്യം നടക്കുള്ളൂ. പക്ഷെ സണ്ണി എങ്ങനെയാ ചെയ്തത്? അവൻ ടെറസിന്റെ മുകളിൽ പോലും ചാടില്ല. ഊഞ്ഞാല് ശക്തിയായി ആട്ടിയാൽ പോലും അവൻ പേടിച്ചു പോകാറുണ്ട്. പിന്നെങ്ങനെ അവൻ സ്കൈ ഡൈവിംഗ് ചെയ്തത്? ഒരു ചെറിയ പൂവിന് പൂന്തോട്ടത്തെ വളരെ ഭംഗിയുള്ളതാക്കാൻ കഴിയും. എടാ സണ്ണി പൂവല്ല, ഫൂളാണ്, ഫൂൾ. എന്തോ ഒരു തകരാറ് പോലെ. സോർദാറെ, നീ ആ വീഡിയോ ഒന്നുകൂടെ കാണിച്ചേ. എടാ, ഇവന്റെ സൈസ് കുറച്ച് കുറഞ്ഞതുപോലെ ഉണ്ടല്ലോ. സംശയമുണ്ടോ? എടാ മണ്ട, ആകാശത്തൂടെ പോകുമ്പോ ഇത്രയും ചെറുതായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ. അല്ലല്ല, ഇത് നമ്മുടെ സണ്ണിയേ അല്ല. ഇവിടെയല്ല. ദാ വീഡിയോ കണ്ടില്ലേ, നോക്ക്. ഇവന്റെ കവളിൽ മറുകുണ്ട്. അത് നമ്മുടെ സണ്ണിയുടെ കവളിൽ ഇല്ല. നല്ല രസമുണ്ട്. പക്ഷെ ഇത് മറ്റാരെങ്കിലും ആണോ? അല്ല, അപ്പൊ പിന്നെ സണ്ണിയുടെ പേരെന്തിനാ ഇയാൾ ഉപയോഗിക്കുന്നത്? ഓ എടാ, കാറ്റില്ലാത്ത ഫുട്ബോളെ, ഈ ലോകത്ത് ഒരുപാട് സണ്ണിമാരുണ്ട്. അതെ, ഈ സണ്ണിയുടെ ക്രെഡിറ്റ് ആണ് നമ്മുടെ സണ്ണി മേടിക്കുന്നത്. ഈ സണ്ണി ചതിയനാണ്, സൂത്രശാലിയാണ്, ഇവൻ വഞ്ചകനാണ്. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇവൻ പൂച്ചയേ അല്ല. അപ്പൊ പിന്നെ പൂച്ചയെ പോലെ ഇരിക്കുന്നത് എന്താ? മുഖം കണ്ട് സംശയിക്കണ്ട, മുഖം പലപ്പോഴും നമ്മളെ ചതിക്കാറുണ്ട്. സംശയമുണ്ടോ? ആ, ഇവന്റെ അഡ്രസ് ന്യൂസ് ചാനലിൽ നിന്ന് കിട്ടിക്കോളൂ. വാ, നമുക്ക് പോയി നോക്കാം. ആ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന വിമാനം പോലും ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ നേരെ താഴേക്കിറങ്ങും. സംശയമുണ്ടോ? സംശയം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ താഴേക്ക് വന്നത്. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? ഇവിടെ ഈ സണ്ണി എന്നുള്ളവൻ എവിടെയാ ഉള്ളത്? അല്ല, ഇത് നമ്മുടെ രണ്ടാമത്തെ സണ്ണിയല്ലേ? ഞാനാണ് ആദ്യത്തെ സണ്ണി, അവൻ രണ്ടാമത്തെ സണ്ണിയാണ്. ഞാൻ ചെയ്യുന്നതിനൊക്കെ അവനാ ക്രെഡിറ്റും കൊണ്ട് പോകുന്നത്. ശരിയാ, ഇന്ന് അതിന്റെ ക്രെഡിറ്റ് വാങ്ങും, നാളെ ക്യാഷ് വാങ്ങും. നാളെ നിങ്ങളുടെ പേരിലുള്ള വീട്, കാറ്, ബാങ്ക് ബാലൻസ് എല്ലാം അവൻ എടുക്കും. അവസാനം നിങ്ങൾ പെരുവഴിയിലാകും. ഇല്ല, പക്ഷേ ഞങ്ങൾ അതിന് അവനെ അനുവദിക്കില്ല. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സണ്ണി, നിങ്ങൾക്ക് ഇങ്ങനെയാണ് മനസ്സിലായത് ഞങ്ങളുടെ ഏരിയയിലുള്ള സണ്ണി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്ന്? ഇന്റർനെറ്റിലൂടെ. പക്ഷേ ഇന്റർനെറ്റിലുള്ള സണ്ണി നിങ്ങളല്ലേ? എടാ, ഇന്റർനെറ്റിലുള്ള ഈ വീഡിയോയിലൂടെ ഞാൻ അറിഞ്ഞത്. നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒരു ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ന്യൂസ് കണ്ടാൽ നിങ്ങളുടെ ഫ്യൂസ് അടിച്ചു പോകുന്നതാണ്. ആകാശമെന്ന മരത്തിൽ നിന്നും ഭൂമി എന്ന വെള്ളത്തിലേക്ക് ചാടുന്ന സണ്ണി
അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എന്ന കായം നമ്മുടെ സ്റ്റുഡിയോ എന്ന സാമ്പാറിലേക്ക് ഇടുന്നതാണ്. ഹായ് എവരിവൺ, ഞാനാണ് സണ്ണി. എന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവനാ തട്ടിയെടുക്കുന്നത്. ഇവനെ കിട്ടിയ കിടിച്ച് ഞാൻ പഞ്ഞിക്കിടും. അവനെ വലിയൊരു തടിയനാണ്. നിന്നെ ചതച്ച് പരിപ്പോടാക്കി അവന്റെ സക്സസ് പാർട്ടിയില് ഡിഷിന്റെ കൂടെ കൊടുത്തെന്ന് വരും. പാർട്ടിയാ? ആ അതെ, ഇന്ന് സക്സസ് പാർട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ തന്റെ ക്രെഡിറ്റ് അവന് കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രം. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഇന്റർനെറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിടുന്നു. ചേട്ടാ, ഇന്നെന്റെ പ്ലേറ്റ് കാലിയാവാതെ ഒന്ന് നോക്കിക്കോണം കേട്ടോ. ഓ, 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 ഓ. പച്ചക്കറികൾക്കെല്ലാം ഇപ്പോൾ തീവിലയാണ്. ഈ പാർട്ടി അടിപൊളിയാണ്. അടികൈ. എന്റെ കൂട്ടുകാരെ, ഇത്രയും നല്ല കവിതയാണ് ഞാൻ ചൊല്ലുന്നതെന്ന് ചില സമയത്ത് ഞാൻ പോലും മറന്നു പോകാറുണ്ട്. കൈയടിച്ചോ കൂട്ടുകാരെ, കൈയടിച്ചു. ഞങ്ങൾ സാറിന്റെ കവിത കേട്ടിട്ടല്ല, സണ്ണിയുടെ ധീരത ഓർത്തിട്ടാ കൈയടിച്ചത്. സണ്ണിക്ക് എന്ത് വേണം ചെയ്യാൻ സാധിക്കും, എന്ത് വേണമെങ്കിലും. ഇന്ന് നമ്മുടെ സണ്ണി 500 ഗോൾഡ് കപ്പ് കഴിച്ച് കാണിക്കും. തീറ്റപ്രാന്തന്മാർക്കെല്ലാം തീറ്റ മത്സരമായിട്ട് കാണാൻ പറ്റൂ. സണ്ണി അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊന്നും ചെയ്യില്ല. സംശയമുണ്ടോ? അതെ, ശരിയാ, പോപ്പട്ട് പറഞ്ഞ ശരിയാ, ഒരു സംശയവും ഇല്ല. അതെ, സണ്ണി വലിയ ഹോട്ടലിന്റെ മോളിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടും. ശരിയാണ്. ഞാനാണെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞേനെ. ആകാശത്ത് നിന്ന് ചാടാൻ ധൈര്യം കാണിച്ച നമ്മുടെ സണ്ണിക്ക് ഇങ്ങനെ ചാടുന്നത് വെറും നിസ്സാരമല്ലേ? അതും ശരിയാണ്. അതെ, അതുകൊണ്ട് സണ്ണി 2 ബിൽഡിങ്ങിന്റെ നടുക്ക് ഒരു കയറ് കെട്ടി അതിന്റെ മുകളിൽ കൂടെ ആയിരിക്കും നടക്കുന്നത്. ഓക്കേ, ഇപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പാർട്ടി എൻജോയ് ചെയ്യ്. നാളെ എന്തായാലും ഈ പ്രകടനം കാഴ്ചവെച്ചേ പറ്റൂ. അതെ, അവസരവും സണ്ണിയുടേതാണ്. കലക്കുന്നതും സണ്ണി തന്നെയാണ്. സണ്ണി ഒരു സിംഹക്കുട്ടിയാണ്. സംശയമുണ്ടോ? അതെ, സണ്ണി ബലവാനാണ്, ശക്തിമാനാണ്, മഹാനാണ്, നാടിന്റെ അഭിമാനമാണ്. ചുരുക്കി പറഞ്ഞ ഒരു പൂച്ചയേ അല്ല. നീ എന്താ പറഞ്ഞത്? സിംഹമാണ് സിംഹം. സിംഹത്തിന്റെ ഗർജനം ലോകമെമ്പാടും കേൾക്കാൻ സാധിക്കും. ഏതൊരു ഡോഗിക്ക് മാത്രമല്ല, ഏതൊരു പൂച്ചയ്ക്കും ഒരു ദിവസം വരും. സംശയമുണ്ടോ? നീ പുകഴ്ത്തുവാണോ അല്ലെങ്കിൽ അപമാനിക്കുവാണോ? എടാ, പുകഴ്ത്തുവാണ്, പുകഴ്ത്തുവാണ്. നമ്മുടെ സണ്ണി ചെയ്തത് അതൊന്നും ഒന്നുമല്ല. നാളെ ചെയ്യാൻ പോകുന്നില്ലേ, അതാണ് പ്രകടനം. പ്രകടനം. നാളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? അയ്യോ, അത് കേൾക്കാനുള്ളതല്ല, കാണാനുള്ളതാണ്. വലിയ സ്ക്രീനിൽ തന്നെ കണ്ടോ. സോർദാറെ, കണക്ട് ചെയ്യ്. ഇവിടെ വരൂ. ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് സണ്ണിയുടെ പുതിയ പ്രകടനം. സണ്ണി ധൈര്യം നിറച്ച ബോംബാണ്. അയാൾ ഒരു ധീരനാണ്. ചെയ്യുന്നതെല്ലാം കുറവാണ്. സണ്ണിയുടെ പുതിയ പ്രകടനം. നാളെ മുതൽ സണ്ണി ഒരാഴ്ചത്തേക്ക് ടൈഗർ സാഞ്ചറിയിൽ ടൈഗറിനൊപ്പം കഴിയുന്നതാണ്. മാത്രമല്ല, ഞങ്ങൾ കാണിക്കും സണ്ണിയുടെ പ്രകടനം ലൈവായിട്ട്. എന്റെ അമ്മോ, ഒരു ചെറിയ പൂവിന് പൂന്തോട്ടത്തെ വളരെ ഭംഗിയുള്ളതാക്കാൻ കഴിയും. അതേത് മുട്ടയാ? നമ്മുടെ പൂന്തോട്ടത്തിലാകെ കുയിലിന്റെ മുട്ട മാത്രമല്ലേ ഉള്ളൂ. ഞാൻ സണ്ണിയുടെ കാര്യമാണോ പറഞ്ഞത്? സംശയമുണ്ടോ? പക്ഷെ ഇവനെ കണ്ടിട്ട് ഒരു പേടിത്തൊണ്ടനെ പോലെ ഉണ്ടല്ലോ. ഇവൻ പുലികളുടെ രാജാവാണ്. അതുകൊണ്ട് ഇവൻ പുലികളുടെ കൂടെ കഴിയാൻ പോവാ. ഇന്ന് ഞാൻ തീർച്ചയായും കൈയടിക്കും, അതും സണ്ണിക്ക് വേണ്ടി. കൊള്ളാൻ സണ്ണി, ധീരൻ എന്ന് പറഞ്ഞാൽ നീയാണ്, അല്ലാതെ മറ്റാരുമല്ല. അത് പിന്നെ പുലികളുടെ കൂടെ കഴിയാന്ന് വെച്ചാ അതൊരു തമാശയല്ല. അവന്മാര് കടിച്ച് കീറില്ലേ. വേണമെങ്കിൽ സണ്ണിക്ക് ഓടി നേരെ മരത്തിലേക്ക് കയറാം. പക്ഷെ ആ മരത്തില് ഈറ്റപ്പുലിക്ക് പാഞ്ഞു കയറാം. നമ്മൾക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടുള്ളൂ. ജീവൻ പോയാൽ പോയി. പക്ഷെ അന്തസ്സെന്നത് ധീരമായ പ്രവൃത്തിയിലൂടെ മാത്രമാണ് കിട്ടുന്നത്. സംശയമുണ്ടോ? ഇനി നമ്മൾ എപ്പോഴും പറയും നമ്മുടെ സണ്ണി ഒരു ധീരനായിരുന്നു എന്ന്. ഹാർട്ട് ധരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ ഹാർട്സ് ഓഫ് സണ്ണി ചേട്ടാ. നിങ്ങൾ ശരിക്കും ഒരു ധൈര്യശാലി തന്നെയാണ്. എന്താ ഒരു ഡൈവിംഗ്. ഞാൻ ഇന്നലെ എടുത്തു ഒരു പച്ചക്കറി വെള്ളമുണ്ട്. സണ്ണി, ഞങ്ങൾക്കെല്ലാവർക്കും നിന്നെ ഓർത്ത് അഭിമാനമുണ്ട്. അടികൈ. എടാ, ഇനി ഞങ്ങളുടെ ഏരിയയെ നിന്റെ പേരിലാക്കി ഞങ്ങൾ മാറ്റും. സണ്ണി ആയിരിക്കും ഇനി ഈ നാടിന്റെ താരം.
അയ്യോ ഈ വീഡിയോ എന്റെ ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ പുലികളുടെ കൂടെ കഴിയുമെന്നൊക്കെ. എടാ നീ എന്തിനാടാ പേടിക്കുന്നേ? നിനക്കത് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് അതിൽ നല്ല വിശ്വാസമുണ്ട്. നിനക്ക് ഇത്ര ഉയരത്തിൽ നിന്ന് ഡൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നിനക്ക് നിസ്സാരമല്ലേ? അല്ല അത് പിന്നെ അയ്യോ ആ സ്കൈ ഡൈവിംഗ് ഞാനൊന്നുമല്ല ചെയ്തത്. അപ്പൊ പിന്നെ ഇത് ആരാ ചെയ്തത്? അത് ഞാനാ ചെയ്തത്. ഷട്ടിൽ പറ്റിയത് പായസത്തിന്റെ കറ. എന്റെ ചങ്ങാതി, ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ. ഒറിജിനൽ സണ്ണി ഇദ്ദേഹമാണ് സ്കൈ ഡൈവിംഗ് ചെയ്തത്. ആഹാ കൊള്ളാമല്ലോ. അപ്പൊ ചേട്ടാ ഇതാണോ ഒറിജിനൽ സണ്ണി? അപ്പൊ വെറും ഒരു വെടിമരുന്നാണ് ചേട്ടാ. ഇവനെന്റെ ക്രെഡിറ്റ് തട്ടിയെടുത്തതാ. എല്ലാ സ്റ്റൺസും ഞാനാണ് ചെയ്യുന്നത്. ഇനി ഒരാഴ്ച പുലികളുടെ കൂടെ കഴിയാൻ പോകുന്നത് ഞാനാണ്. സണ്ണി, കാക്ക ഇപ്പൊ ഏതൊക്കെ സോപ്പിട്ട് തേച്ച് കുളിച്ചാലും ഒരിക്കലും ഒരു കൊക്കാവില്ല. സംശയമുണ്ടോ? നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിന്റെ ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്നും വേസ്റ്റ് ആകില്ല. നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ. ഞാൻ തന്നെ അങ്ങ് കഴിച്ചേക്കാം. അതെ ഭായ്, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഞങ്ങൾ അതൊക്കെ പാക്ക് ചെയ്ത് എടുത്തോളാം.